ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ ഒരു കസിൻ്റെ വീട്ടുകൂടൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു വീട്ടുകൂടൽ പ്രിപ്പറേഷൻ വീഡിയോ എന്ന് പറയാം. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആരും ഡ്രസ്സ് എടുത്തില്ല, ഓക്കും എടുക്കാനുണ്ടേനു. അപ്പം അതിനൊക്കെ കൂടി ഇറങ്ങിയതാണ്. പിന്നെ വീടിന് കുറച്ച് സാധനം നോക്കാനുണ്ടേനു. ഫസ്റ്റ് എന്നിട്ട് നമ്മൾ പോയത് ഓക്ക് കേട്ടൻ നോക്കാൻ വേണ്ടിയിട്ടേനു. അങ്ങനെ അവിടെ കുറേ ടൈം പോയി, കാരണം ഓളെ എൻജിനീയർ വരാൻ ലേറ്റ് ആയിണ്ടേനു. പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു എൻജിനീയർ വന്ന് ഒരു കുറേ മോഡലൊക്കെ കാണിച്ചു തന്ന് നമുക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് തൊണ്ടയാടുള്ള ക്രിയേറ്റീവ് കേർട്ടൻസ് തന്നെയും നമ്മൾ കേർട്ടൻ എടുത്തത്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ഓളമ്മക്കുള്ള ഡ്രസ്സ് ചെയ്യുന്നു നോക്കി തുടങ്ങിയത്. ഇവർ നോക്കിയിട്ടും ഇവർക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. അങ്ങനെ അവിടെ കുറേ ടൈം ഞങ്ങൾ പോസ്റ്റായി. ഇവർ സാരി എടുക്കുന്ന ടൈമിൽ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് കുറേ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും അങ്ങോട്ട് റെഡി ആയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി. അങ്ങനെ അവിടുത്തെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ നേരെ പോയത് ഞങ്ങൾ TK-ലോട്ടാണ്. അവിടെ എടുത്തു പറയേണ്ട അവിടുത്തെ ആംബിയൻസ് ആണ്. നല്ലൊരു ആസ്തറ്റിക് ഡേസി വൈബാണ് അവിടെ. നമുക്ക് അവിടെ പോയാൽ തന്നെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വരാൻ പൂതിയാവും. പിന്നെ പറയാൻ നല്ല കളക്ഷൻസും കേട്ടോ അവിടെ. എൻ്റെ കസിൻ അവിടുന്ന് ഡ്രസ്സ് എടുത്ത് ഓക്ക് നല്ലൊരു സൽവാർ കിട്ടി അവിടുന്ന്. നല്ല സിമ്പിൾ സൽവാർ ആയിരുന്നു, ബട്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ കൊടുത്ത്. ഷോളിലും സ്ലീവിലൊക്കെ ഞങ്ങൾ കുറച്ച് സ്പ്രെഡ് വർക്ക് ചെയ്യാൻ കൊടുത്ത്. സ്ലീവിൽ മാത്രം ചെറിയൊരു ബോർഡർ മാത്രമേ ഉള്ളേനും. പിന്നെ ഓളെ വീട്ടിൽ കൂടെ അല്ലേ, അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് കുറച്ചൊന്നും അതിൽ വർക്ക് ചെയ്യിപ്പിക്കാന്ന്. അങ്ങനെ അവിടെ തന്നെ വർക്ക് ചെയ്യിപ്പിക്കാൻ കൊടുത്ത്. അവിടെ പോയാലും കുറേ അടിപൊളി മിറർ. അപ്പം അത് കണ്ടാൽ നമ്മളാരും വെറുതെ നിൽക്കൂലോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കുറേ മിറർ വീഡിയോസ് ഉണ്ടാവും. ഇതിന് മുമ്പ് ഞാൻ TK പോരെ ഞങ്ങൾക്കൊരു പേർപ്പിൾ കളർ ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞിടയ്ക്ക് എന്താ ഡ്രിങ്ക് വരാത്തത് നോക്കി ഇരിക്കലേനു. അപ്പോൾ തന്നെ എൻ്റെ ഒരു ചേച്ചി ഞങ്ങൾക്ക് ഡ്രിങ്ക്സുമായിട്ട് വരുന്നു. അങ്ങനെ ഒരു ഡ്രിങ്ക്സ് തന്നു. ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ ലൈമേനു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ബില്ല് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ പോയാലും ഒരു ടീമിന് മീൽസും ഒരു ടീമിന് ബ്രോസ്റ്റും വേണ്ടിയത്. ഇത് കഴിച്ച് നമ്മളെ കോഴിക്കോട് സ്റ്റാൻഡിൻ്റെ അവിടെ തീപിടുത്തല്ലേനോ, അതാട്ടത്. കുറേ ഷോപ്പും നല്ലോണം കത്തിയിട്ടുണ്ട്. രണ്ട് ടീമിനും 2 ഐറ്റം ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഫോക്കസ് പോവാണ്. അവിടെ ആകുമ്പോൾ എല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ പോയി അടുത്ത ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ സിൽക്കി പോയിട്ടും ഞങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരാവശ്യം വരുമ്പോൾ ഒരു നല്ല ഡ്രസ്സും ഉണ്ടാവില്ല. വേണ്ടാത്തരം പോയി നോക്കുമ്പോഴാണെങ്കിലോ നല്ല ഡ്രസ്സും ഉണ്ടാവും. കോഴിക്കോടുള്ള അധിക ഷോപ്പിൽ ഞങ്ങൾ കയറി ഇറങ്ങിയില്ലും ഒന്നും അങ്ങോട്ട് കിട്ടിയില്ലേനു. അവിടുന്ന് VNA പോയിട്ടും ഒന്നും കിട്ടിയില്ല. ഇതാണ് എൻ്റെ കസിൻ്റെ ചെറുത്. ആളെ കാണുന്നതല്ലൊന്നല്ല, നല്ല വികൃതിയുള്ള സാധനം. ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞിട്ട് ഓനക്ക് ലൂസ് ഫിറ്റ് പാൻറ് എടുക്കാൻ നോക്കി. ലൂസ് ഫിറ്റ് പാൻറ് ഇട്ടാൽ ഓനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു, നല്ല കോമഡി ഉണ്ടായിരുന്നു നടക്കുന്ന കാണാൻ. അങ്ങനെ എൻ്റെ അനിയനുള്ള ഡ്രസ്സും കൂടി എടുത്ത് ഇവർക്ക് ഉണ്ടാക്കും വേഗം കിട്ടീനു. അത് പിന്നെ അങ്ങനെ ആണല്ലോ, ഈ ബോയ്സിന് വേഗം കിട്ടുമല്ലോ, നമുക്കാണ് കുറേ ടൈം എടുക്കുക. അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ കിട്ടി. എനിക്കും കിട്ടി ഒരു സൽവാർ സൂട്ട്. നമ്മളെല്ലാവരും ഡ്രസ്സും അന്നത്തെ പരിപാടിൻ്റെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നേക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. This is Life of Girls signing off. Bye.